ഞാൻ പറയില്ല +1 ആണ് ജീവിതത്തിന്റെ വഴിത്തിരിവ്, ആ തിരിവ് എന്നൊന്നും ഞാൻ പറയല്ല. സത്യം പറഞ്ഞാൽ മിക്കവർക്കും പുതിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഒരു +1 ഞാൻ കയറിയതിൻ്റെ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പം വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു മൈൻഡേ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്ക +1 സ്റ്റുഡൻസിനും അതായിരിക്കും. എന്ന് വെച്ചാൽ പഴയ 10ാം ക്ലാസ് അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആ സ്കൂള് പോണേൻ്റെ തലേദിവസം രാത്രി എല്ലാവർക്കും ഞാൻ പറയില്ല, സത്യം പറഞ്ഞാൽ മിക്കവർക്കും പുതിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കും, എങ്ങനെ ഞാൻ അവരില്ലാണ്ട് എൻ്റെ 10ാം ക്ലാസ്സിൽ അവരില്ലാണ്ട് ഞാൻ എങ്ങനെ ഇരിക്കും, അതായിരുന്നു. അത് മിക്കവർക്കും അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് മുടിയിലൊക്കെ ഇങ്ങനെ പിടിക്കായിരിക്കും, ആരും അതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പോൾ നേരത്തെ പറഞ്ഞോളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്കൂൾ തുറക്കണേൻ്റെ ഒരു 4-5 ദിവസം, ഒരാഴ്ച മുമ്പ് വരെ എനിക്ക് കാരണം 3 മാസമാണ് ഞങ്ങൾ വീട്ടിൽ ഇരുന്നത്. അപ്പം സ്കൂളിൽ പോവാം, സ്കൂൾ തുറക്കണം, എന്താ തുറക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ആ സ്കൂൾ തുറക്കണേൻ്റെ ആ തലേദിവസം രാത്രി എനിക്കങ്ങ് സങ്കടം വന്നിട്ട്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു. ആ തലേദിവസമായപ്പം അമീന നിങ്ങൾക്ക് വ്ളോഗിലൊക്കെ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അമീന എൻ്റെ ഒപ്പം 10ൽ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എൻ്റെ അടുത്ത് സീറ്റ് ഇരുന്നവളാണ്. അപ്പം അവളെന്നെ വിളിച്ച് ഇങ്ങനെ കരയുക. സത്യം പറഞ്ഞാൽ കരയുക. എല്ലാവർക്കും പറയുമ്പം ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ കോമഡി ആണേലും, പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. +1 എങ്ങനെ, ഞങ്ങൾ ആരും ഇല്ല. എൻ്റെ ക്ലാസ്സിലുള്ള ഞങ്ങൾ ആ ഗ്യാങ്ങിലുള്ള ആരുമില്ല. പക്ഷെ എനിക്ക് അറിയാവുന്നവരുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ചായിട്ട് നിൽക്കണ ആരുമില്ല എൻ്റെ ഒപ്പം. ഞങ്ങളെല്ലാം പല പല സ്കൂളിലായി പോയി. അപ്പോൾ എനിക്ക് എങ്ങനെ ഞാൻ ആ സ്കൂളിൽ പോകും? എനിക്ക് രാത്രിയിലൊക്കെ എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ കുറേ കരഞ്ഞു. വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടും എനിക്ക് സ്കൂളിൽ, ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് പോകാനേ തോന്നണില്ല, എനിക്ക് സ്കൂളിൽ പോകാനേ ഒന്നല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടും, കാരണം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ 10ലെന്ന് പറയുമ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോയാൽ അതിൻ്റെ പകുതി ചോറ് ബാക്കിയുള്ളവർക്കായിരിക്കും. നമ്മൾ അറിയാലോ, സ്കൂൾ പഠിക്കുന്നവർക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാലോ നമ്മൾ എങ്ങനെയായിരിക്കും 10 കൈ അവിടുന്ന് വന്ന് കൈയിട്ട് വാഴ്ത്തിയാണ്. പക്ഷെ നമുക്ക് അതൊരു രസമായിരുന്നു. ഞാനൊക്കെ മാങ്ങാച്ചാറൊക്കെ, എൻ്റെ മാങ്ങാച്ചാറായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഫേമസ്. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെ അടിയും പിടിയാന്ന് പറയുമോ കറിക്കൊക്കെ വേണ്ടി. പക്ഷെ നല്ല രസമായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പം ഇപ്പം കുഴപ്പമില്ലാണ്ട് വന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ അങ്ങ് സെറ്റ് ആവണില്ല. കുഴപ്പമില്ല, പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്. പക്ഷെ എന്നാലും ചില ഒരു പോയിന്റിൽ നമുക്ക് അവരെ അങ്ങ് ഓർമ്മ വരും. ചില സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ലഞ്ച് ബ്രേക്കിനാണ്. കാരണം ഞാൻ ഇപ്പം ലഞ്ച് ബ്രേക്കിനൊക്കെ ഇപ്പം കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പം എന്താ പറയണേ, ആ ഒരിത്. പക്ഷെ കുറച്ച് കളയുമ്പോൾ ശരിയാവുമായിരിക്കും, എല്ലാവർക്കും ശരിയാവുമായിരിക്കും. തുടക്കത്തിൽ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങളെ എന്നാന്ന് വെച്ചാൽ, ഞങ്ങളെ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങൾ മിക്സ് ആക്കിയിട്ടില്ല. ഞങ്ങൾ 3 വർഷം ഒരേ ആൾക്കാർ ഒരേ ക്ലാസ്, അങ്ങനെയല്ല, ഒരേ ക്ലാസ്സല്ല, ഞങ്ങൾ ഷഫിൾ ചെയ്തിട്ടില്ല. ഞങ്ങളെ 7ൽ പിള്ളേരെല്ലാം മിക്സാക്കി 8 കയറ്റി. ഞാൻ 8B, ആ 8B അങ്ങനെ തന്നെ ഞങ്ങളെ താഴത്തെ ഫ്ലോറിൽ 9B പോയി. അല്ലാണ്ട് പിള്ളേർ മിക്സാക്കി BCD ഡിവിഷനിലോട്ടൊന്നും വിട്ടില്ല. ഞങ്ങളെല്ലാം സെയിം ഡിവിഷൻ. പക്ഷെ ഞങ്ങൾക്ക് 9ൽ വെച്ച് ഞങ്ങൾക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു, നിങ്ങളെ 10ൽ ഞങ്ങൾ പിരിക്കും. ഞങ്ങൾ ക്ലാസ് ഫുള്ളൊരു ഗ്യാങ്ങായിരുന്നു. പക്ഷെ വേറെ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പം പാര് വെക്കണോ അതും ഇങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും. ഞങ്ങളുടെ ക്ലാസ് സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 10ലെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് ആ സിസ്റ്ററിനെയൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പോലെയുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് 10ൽ ആ ടീച്ചറിനെ കിട്ടിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ എന്താ ഞാൻ പറയാണ്ട് ഇനി, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇതിപ്പോൾ ഇവിടെ പറയണത്. ഞാൻ ചുമ്മാ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയണതാണ്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം.
അപ്പോൾ ഇപ്പോൾ ഞാൻ +1 സയൻസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 10 5 തൊട്ട് 10 വരെ പഠിച്ച ആ സെയിം സ്കൂളിൽ തന്നെയാണ് +1 +2 പഠിക്കണത്. അതുകൊണ്ട് എനിക്ക് പുതിയ സ്കൂൾ, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എനിക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ സ്കൂളിലോട്ടൊരു മാക്സിമം പോയി 10 മിനിറ്റിനുള്ളിൽ ഞാൻ നടക്കുമ്പോൾ സ്കൂളിലെത്തും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പം തോന്നുന്നു എനിക്ക് വേറെ സ്കൂളിൽ പോയി നോക്കാം. കാരണം ഞാൻ ഈ നടന്നു പോയി ഈ ബസ്സിലൊക്കെ പോകണ രസമാണ്, പക്ഷെ പാടുമാണ് ബസ്സിൽ പോണത്. ഈ മഴയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ രസമാണ്. പക്ഷെ ഞാനൊരു വേറെ സ്കൂള് പോകണമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ഈ സ്കൂൾ കുഴപ്പമില്ല. ഈ സ്കൂൾ നല്ല സ്കൂളാണ്. ആണെങ്കിലും ടീച്ചർമാരൊക്കെ കമ്പനിയാണ്. ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ഷോർട്സ് നോക്കിയാൽ മതി, ഞാൻ ഇട്ട ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ അവധിയില്ലാത്തതിൻ്റെ കുറവുള്ളൂ. പക്ഷെ എന്തിനീ പറയണേ. അപ്പോൾ സത്യം പറയാൻ എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം എന്താ ഞാൻ പറയണ്ടേ. ഇനി ഞാൻ മോർണിംഗ് വ്ളോഗൊക്കെ ഇടാട്ടോ. സ്കൂളിൽ പോണ മോർണിംഗ് വ്ളോഗ്, സ്റ്റഡി വ്ളോഗ്. ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങി 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കാനുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പഠിപ്പിച്ച് തുടങ്ങി. കാരണം ഞങ്ങളുടെ ലേറ്റ് ആയിട്ടല്ലേ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയേക്കാം. ഞങ്ങൾക്ക് ജൂലൈ 6 ക്ലാസ് തുടങ്ങിയത്. അപ്പം അത്രയും താമസിച്ചു. അപ്പോൾ എല്ലാവരും സ്പീഡിൽ പഠിപ്പിക്കും. കുഴപ്പമില്ല, ടീച്ചർമാരൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. എനിക്ക് അവധിയില്ലാത്തതിൻ്റെ ഇതുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് നല്ല രസമുണ്ട്. ഞാൻ 10 എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവർ 1-2 പേരുണ്ട്. അല്ലാണ്ട് C ഡിവിഷനിലും D ഡിവിഷനിലും 10 പഠിച്ച കുറേ പേര് ഞങ്ങളിങ്ങനെ തട്ടിപ്പിരിക്കണത്. അപ്പോൾ രസമാണ്, നല്ല രസമാണ് ഇപ്പം. പക്ഷെ പറഞ്ഞല്ലോ, അവധിയില്ലാത്തതിൻ്റെ ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാണ്. തലേദിവസം തന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഒരു കാലം നിങ്ങൾ കാണുന്നുണ്ടോ? അത് മണിക്കുട്ടിയുടെയാണ്. മണിക്കുട്ടി ആയിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ പറഞ്ഞാൽ എൻ്റെ എല്ലാ വ്ളോഗും കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് പേരൊക്കെ എല്ലാ വ്ളോഗിലും കാണുന്നവർക്ക് മനസ്സിലാവും. മണിക്കുട്ടി ഇവിടെ കിടക്കുകയാണ്. ഞാൻ മിണ്ടില്ലെന്ന് പറഞ്ഞ് കിടപ്പിച്ചേക്കാണ്. കാരണം അല്ലെങ്കിൽ ചിലച്ചുകൊണ്ടിരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരരുത്, തല കാണിച്ചു തരാൻ വേണം. നോക്കാം. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് +1 പോയ. +1 ഫസ്റ്റ് ഡേ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനില്ല. അതിൻ്റെ മുമ്പ് നമ്മൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ നമ്മൾ ആ ക്ലാസ്സിൽ പോകും, എങ്ങനെ അവരോട് മിണ്ടും. പുതിയ പിള്ളേർ കുറേ ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. എല്ലാവരും കമ്പനിയായി വരുന്നു. എല്ലാവരോടും അങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല, കമ്പനിയായി വരുന്നു. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. +1 +2 ആണ് സയൻസ് എടുത്തവർ. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല സയൻസ് എടുത്തതിന്. അയ്യോ. അപ്പോൾ എല്ലാവരും പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. അന്നന്ന് പഠിക്കണത് അന്നന്ന് പഠിക്കുക, അന്നന്ന് പഠിപ്പിക്കണത് അന്നന്ന് പഠിക്കുക. പക്ഷെ എനിക്കിപ്പോൾ തന്നെ എനിക്ക് തിങ്കളാഴ്ചത്തേക്ക് പഠിക്കാനുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ടീച്ചർമാരെല്ലാം വന്ന് ചോദ്യം ചോദിക്കും. ഇന്ന് പഠിപ്പിച്ചാൽ നാളെ വന്നത് ചോദ്യം ചോദിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്നും പഠിക്കാം. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ പഠിക്കുക. +1 +2 ആണ്, സീരിയസ് ആകണം. ഞാൻ പറയില്ല +1 +2 ആണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ്, ആ തിരിവെന്നൊന്നും ഞാൻ പറയല്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഒരു ഇതിൽ പറയണതാണ്. അപ്പം നമ്മുടെ ഇഷ്ടം എന്താണോ അത് പഠിക്കുക. ഇപ്പം നമ്മൾ ഇപ്പം കുറച്ച് കഴിഞ്ഞ് വരാനിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയണം? ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പഠിക്കാതെ എനിക്ക് പറയുള്ളൂ. എനിക്ക് ഇനി വേറെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നതാണ്, ഞാൻ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇടണമെന്ന് കമൻറ്റ് ചെയ്യാന്ന്. കുറേ പേരോട് ഹോം ടൂർ ചോദിച്ചു. ഹോം ടൂർ ഇപ്പം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല ഈ വീട്ടിൽ. അപ്പം അന്ന് വെച്ചാൽ എല്ലാം വലിച്ചു വാങ്ങി കിടക്കണം. എല്ലാം മിക്ക വീട്ടിലും ഉള്ള പോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഇനി മോർണിംഗ് വ്ളോഗൊക്കെ ഇടാം കേട്ടോ. മോർണിംഗ് റൊട്ടീനൊക്കെ ഇടാം. സ്കൂളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കൂളിൽ പോകണ ഓരോ കാര്യങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ചെയ്യാം. പക്ഷേ വീഡിയോസിൻ്റെ ഇത് കുറവായിരിക്കും. കാരണം നമ്മൾ പഠിക്കാനുണ്ടല്ലോ, നമ്മൾ സമയമില്ല നമുക്ക് ഓരോ വീഡിയോസ്. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ സെക്കൻഡ് സാറ്റർഡേ
ബാക്കി സാറ്റർഡേ ഫുൾ നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഈ സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ഒക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ നമുക്കിടാം. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവില്ല സാധാരണ ഒരു ദിവസം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 8:30 ഞാൻ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ വരുമ്പോൾ 4:30 4:45 ഞാൻ വീട്ടിൽ വരുമ്പോൾ. പിന്നെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പകുതിയും പോയല്ലോ സ്കൂളിൽ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച് നമുക്ക് ഓരോന്നും ചെയ്യാം. എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നോട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ +1 എന്താ എടുത്തത്, +1 കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ, +1 അല്ലെങ്കിൽ +2 ആണെങ്കിലും +2 പഠിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് സയൻസ്, അതൊന്നും നിങ്ങൾ കമൻറ്റ് അല്ല പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്കത് താങ്ങാനുള്ള ശേഷിയില്ല. എല്ലാവരും പറയുന്നു പാടാ പാടാ പാടാ. പക്ഷേ കുറച്ച് പേര് പറയുന്നു പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, പക്ഷെ പഠിക്കണം, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കത് ഭയങ്കര പാടായിരിക്കും. 10ന്റെ 10 ഇരട്ടിയാണെന്നാണ് പറയുന്നത് +1. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ +1 ഏത് സ്ട്രീം എടുത്തേക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് തുടങ്ങിക്കാണും. CBSEക്കൊക്കെ നേരത്തെ തുടങ്ങിക്കാണും. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റാണ്, അപ്പോൾ എല്ലാവർക്കും തുടങ്ങിക്കാണും. എല്ലാവരും അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ, ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോലെ തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വർത്താനം പറയുക. അപ്പോൾ എനിക്ക് എങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഓളവളാന്ന് മിണ്ടും. അപ്പോൾ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ നിർബന്ധമായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും, സാരില്ല. അപ്പോൾ മണിക്കുട്ടി നമുക്ക് വീഡിയോ തീർക്കാം. മണിക്കുട്ടി കിടന്ന് മെഴുകി തലയൊക്കെ നോക്കി 2 കൊമ്പ് കെട്ടിക്കൊടുത്താൽ 2 കൊമ്പൊന്നും കാണാൻ പോലുമില്ല. നമ്മുടെ എനിക്കിതിൻ്റെ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, പഠിക്കുക. ടാറ്റാ.